കോഴിക്കോട് ബീച്ചിൽ വന്നതാണ്. സമയം 7:50 അല്ലേ? 8:50. ആ, സമയം 8:50. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നത്. ഞങ്ങളെ മുഖം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കടലൊക്കെ കണ്ട് കുറച്ച് ഉപ്പിലിട്ടൊക്കെ തിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ് അല്ലേ? ആ, നമ്മളാൾക്കാർ ഒന്നും കാണുന്നില്ലടോ ഇരുട്ടായിട്ട്. ആ, സെമ്പിള് പൊളി ലുക്ക്. അവിടെണ്ടല്ലേ? നിങ്ങളിവിടെ നോളി, ഞാൻ ഇവിടെ വെക്കാം. പിന്നെ നാരിമസ്താവ് അവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അവിടെ ഇങ്ങോട്ട് വരും. ആ, എല്ലാരും ഷെരീഫുസ്താന്റെ ടീമാകാൻ പറ്റൂല. 12 ആളെ വെച്ചിട്ടാ പോണ്ടി. ആയിക്കില്ല, ഞാൻ പറയും ഷെരീഫുസ്താൻ ഒന്നങ്ങോട്ടേക്ക് ഇവരങ്ങോട്ട് വിടാൻ ആരാച്ചാലും. ആ, നിങ്ങൾ പറയണ്ട കേട്ടോ. ഉനൈസ് പോ ആളൊക്കെ പറയട്ടെ. ആളൊക്കെ ആമിറടാ, ആമിർ അപ്പോ മോനെ എടാ, ആമിർ നോക്കണേ. ആമിർ നോക്കണേ. ഇനിയുമ്പോ അഫല് എത്രയായി? 5 എണ്ണം പറയേ. ശംബിരോ 7. ആടക്ക് 7. ഇനി പോയിക്കോ 8. ആയിലാടക്ക് ആ ചങ്ങായി, ആ പാവോ, ആ സാധു. എത്രയായി? 9 ആയില്ലേ? ശരി പുസ്താ 12 ആളുണ്ടോ നോക്കി. ആരൊക്കെയാ ഒന്ന് പറയും. എല്ലാരും ഒന്ന് കൈ പിടിച്ചാ നോക്കട്ടെ. കൈ പിടിച്ചാ നിങ്ങൾ എത്ര ആളുണ്ട്? 3, 4, 5, 6. 9 ഈ ദൂരതയിലെ ദൃശ്യം കണ്ടോ കുട്ടികളെ? ഞാൻ വളരെ പ്രതീക്ഷയിൽ മാങ്ങ ഉപ്പിലിട്ടടുത്തേക്ക് പോവുകയാണ്. കടലിലിറങ്ങിയരുത്, വെള്ളത്തിലിറങ്ങിയേ ചെയ്യും രാത്രി. അപ്പൊ നിങ്ങൾക്കൊന്നും വേണ്ടേ? വാങ്ങുന്നുണ്ടോ? വാങ്ങിക്കോളി. എല്ലാരും കൂടെ ഒപ്പരം പോയാൽ മതി. പോലെ ഇവരെന്തോ വാങ്ങണ്ടോ? വാങ്ങിക്കോട്ടെ. ഇതൊന്നും വേണ്ട. ഉത്തവരൊക്കെ ചിരിക്കും. അപ്പൊ ഞാനൊക്കെ ഉപ്പിലിട്ട് വാങ്ങുന്നല്ലേ? ഇതൊക്കെ കട്ട് ആൾക്കാരൊക്കെ വന്നിക്കില്ല. വാങ്ങിയില്ലേ? സമയം 10:15, രാത്രി 10:15. ഞങ്ങൾ വരക്കൽ മക്കാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുട്ടികളുണ്ട്, ഉസ്താദന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വരക്കൽ മക്കാമിൽ സിയാറത്തിന് വന്നിരിക്കുകയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഷംസുലമ അവരുടെയൊക്കെ മക്കാമുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും സിയാറത്ത് ചെയ്ത് ഇവിടെ നിന്ന് നേരെ വയനാട്ടിലേക്ക് ഒരു ദിവസത്തെ യാത്ര, വളരെ മനോഹരമായൊരു യാത്ര ഇതോടുകൂടി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മക്കാമിലെ ചില വിശേഷങ്ങൾ കൂടി പറയാം.
എന്താ പൈപ്പൊന്നും കാണുന്നില്ല മോനെ പുറത്ത്. നമുക്ക് ഈ ബക്കറ്റിൽ വെള്ളം എടുക്കാം. നമുക്ക് വരുമ്പോൾ മക്കാമെന്ന് ഇറങ്ങുമ്പോൾ ഒരു ബക്കറ്റിലായിട്ട് വെള്ളം എടുത്ത് പുറത്തുനിന്ന് കയറുക. ഇപ്പോൾ തൽക്കാലം കയറി നിങ്ങൾ വിചാരത്ത് ചെയ്യുന്നില്ല. നമുക്കൊന്ന് ചെയ്യാട്ടോ. മര്യാദ കാണാം, മര്യാദ കാണാം. ചെരുപ്പ് കാനല്ലേ മക്കളെ? കാല് കഴിഞ്ഞിട്ട് ഉസ്താദെ കാത്തിക്കുന്നു. വേ നോക്കി കാല് കഴിയാൻ മതി, മുഖമൊക്കെ ഒന്ന് കഴിയാൻ മതി. മൂത്രം കഴിക്കാനുള്ളവരൊക്കെ വെച്ചോളേ, അതിന് സൗകര്യം ഉണ്ടാവില്ലേ? ഫുഡുണ്ട്, മൂത്രമല്ലല്ലോ ഉള്ളത്. തണുത്തുള്ളതാണല്ലോ. ആ അവിടെയാണല്ലോ. ഒരുപാട് മഹാന്മാരെ എവിടെ ഉണ്ട്? നമ്മൾ ഇതാ വരക്കൽ മുല്ലക്കോയ തങ്ങളെ മക്കാം ഇതാണ്. വരക്കൽ തങ്ങളെ സംസ്ഥയുടെ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. പിന്നെ അവരെ ചിലത് ബോർഡുണ്ട്. ഇതാണ് വരക്കൽ തങ്ങളെ ഖബർ കേട്ടോ. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. ഇതാ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പിതാമഹൻ്റെ ഖബർ. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പിതാമഹൻ മുല്ലക്കോയ തങ്ങളെ വരക്കൽ തങ്ങളെ ബാലവി മുല്ലക്കോയ തങ്ങൾ അവരെ ഉപ്പാൻ്റെ ഉപ്പ പിതാമഹൻ. ഷംസുലമ على أيدينا إليك راغبين ولا تردن أيدينا خائبين. اللهم يسر عسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا. اللهم اكشف كروبنا، اللهم دمر أعداءنا، اللهم طول أعمارنا. آمين. اللهم اشف أمراضنا وأمراض والدينا وأولادنا وأزواجنا وتلاميذنا وأساتذتنا. آمين. وأمراض من أقاربنا وأمراض من أعاننا وأمراض من أطعمنا وأمراض من أوصانا بالدعاء يا شافي الأمراض. شفاء تاما لا يغادر سقما ولا ألما ولا خوفا يا ذا الجلال والإكرام برب هؤلاء الشرفاء الكرماء المذكورين. اللهم إنا نسألك الهدى والتقى والعفاف والغنى والمغفرة يا ذا الجلال والإكرام. اللهم ارزقنا وارزق من أوصانا حج بيتك الحرام وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم مع الصحة والعافية بالتقوى بلا طول الزمان يا رب العالمين. آمين. ارحم الرحمن يا مالك الملوك يا رب سيدنا يا رب യാത്രനീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹു എത്രയോ ദൂരം ഓടിക്കൊണ്ടാണ് ഞങ്ങളെ മഹാന്മാരുടെ ഹദറത്തിലേക്ക് ഒന്ന് തുറപ്പേ. ഞങ്ങൾ മുന്നിലേക്ക് ഉയർത്തിയ കരങ്ങളിൽ വൃത്തിയാക്കി മടക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് നിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ നിന്റെ മഹാന്മാരിൽപ്പെട്ട മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ചാരത്താണ് ഞങ്ങളുള്ള റബ്ബേ. ഞങ്ങളുടെ കരങ്ങളെ നീ വെറുതെയാക്കി മടക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ നിന്റെ മഹാന്മാരുടെ നുസ്റത്തും മദദും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കണേ റഹ്മാനേ. അല്ലാഹുവേ അവരുടെ ഹിഫ്ള് കൊണ്ട് ഞങ്ങളെ നീ ഹിഫ്ളിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ
മഹാന്മാരുടെ ഹദറത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു റബ്ബേ, എല്ലാവർക്കും നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ.